നിന്റെ ശംഖുവിളി മെച്ചപ്പെട്ടു. നാളെ ബ്രഹ്മമുഹൂർത്തത്തിൽ ഇങ്ങനെ ശംഖൂതി വേണം നീ നമ്മെ ഉണർത്താൻ. കൽപ്പന പോലെ മഹാറാണി. മഹിഷ്മതി റാണി നിന്നാൽ വീഴട്ടെ. നിന്നാൽ വീഴട്ടെ അല്ല, നീണാൽ വാഴട്ടെ. അങ്ങനെ ശ്രദ്ധിച്ച് സംസാരിക്കും. കൽപ്പന പോലെ. എന്റെ മുന്നിൽ ആരൊക്കെയോ വന്ന് നിൽക്കുന്നുണ്ട് എന്നെ കാണാൻ. പക്ഷേ കണ്ണടയില്ലാത്തതുകൊണ്ട് ആളാരാണെന്ന് വ്യക്തമാകുന്നില്ല. അന്നത്തെ കാലഘട്ടത്തിൽ കണ്ണട ഇല്ലാത്തത് കൊണ്ടുള്ള പ്രശ്നമാണ് മഹാറാണി. ഈ വന്ന് നിൽക്കുന്നത് മക്കളും മരുമക്കളുമാണ് റാണി. ഓഹോ, ഒരാഴ്ചത്തെ വിനോദയാത്ര കഴിഞ്ഞ് എല്ലാവരും ഇവിടെ വന്നിരിക്കാം ഇല്ലേ? അതെ റാണി. അല്ല, ഞങ്ങള് പോയ സമയം നോക്കി നിങ്ങൾ ബാലെ ട്രൂപ്പ് തുടങ്ങിയ. അതിന്റെ ഒരു കുറവും കൂടെ ഇവിടെ ഉള്ളൂ. അമ്മ അഭിനയിക്കണമെങ്കിൽ ഇവിടെ നടിമാരും നടന്മാരൊക്കെ ഉണ്ട്. ഒരു കാര്യം ചെയ്യാം, ചന്ദ്രഹാസം പറഞ്ഞ് നമുക്കൊരു ബാല ട്രിപ്പ് തുടങ്ങാം. മുന്നോട്ട് ഉത്സവ സീസൺ ഒക്കെ വരുവാണല്ലോ. നന്നായിരിക്കും. അല്ല, പൗത്രി എവിടെ? ആര്? പിങ്കി മോളേന്ന് തിരക്കിയത് ചെറുകുട്ടിക്ക് പറയുന്നതാണ് പൗത്രി. അയ്യോ, അത് ഞങ്ങൾ വരുന്ന വഴിക്ക് എന്റെ വീട്ടിലൊന്ന് കേറിയായിരുന്നു. പിന്നെ ക്രിസ്മസ് അവധിയല്ലേ, അവൾ അവിടെ നിൽക്കട്ടെ എന്ന് വിചാരിച്ച്. എന്നോട് ചോദിച്ചിട്ടാകാമായിരുന്നു. അതെ അതെ റാണി. അതെങ്ങനെ അമ്മ 2 ദിവസം കൊണ്ട് വിളിക്കണ്ടേ? ഫോണിൽ കിട്ടണ്ടേ? അത് അന്നത്തെ കാലഘട്ടത്തിൽ മൊബൈൽ ഇല്ലായിരുന്നല്ലോ. അതുകൊണ്ട് റാണി തന്നെ പറഞ്ഞു മൊബൈലേ ഉപയോഗിക്കണ്ട. അതുകൊണ്ടാണ് വിളിച്ചാൽ കിട്ടാത്തത്. അല്ലേ മഹാറാണി? അണ്ണാ, യാത്ര കഴിഞ്ഞ് വന്നുകൊണ്ടേ നല്ല ക്ഷീണം. ഓടിപ്പോയി ഒരു ചായ ഇട്ടിട്ട് വാ. ഞങ്ങൾക്കും. നിന്റെ അണ്ണൻ ഇവിടുത്തെ കുശിരിക്കാരനല്ല. ഇയാൾ എന്റെ അംഗരക്ഷകനാണ്. ചായ വേണമെന്ന് ആഗ്രഹമുള്ളവർ സ്വയം അടുക്കളയിൽ പോകുക, ചായ ഉണ്ടാക്കുക, കുടിക്കുക. അതേ നടക്കും. അമ്മയ്ക്കിത് എന്താ പറ്റിയേ? ഇനിയും പലതും പറ്റാനിരിക്കുന്നതേ ഉള്ളൂ. ഞാന് ഇവിടെ കുറച്ചു ഭരണപരിഷ്കാരങ്ങളൊക്കെ കൊണ്ടുവരികയാണ്. അതുമായി അഡ്ജസ്റ്റ് ചെയ്ത് മര്യാദയ്ക്കൊക്കെ ജീവിച്ചാൽ എല്ലാവർക്കും കൊള്ളാം. അതെ. മുത്തോണ്ണ, അമ്മ ഇത് എന്തോന്നൊക്കെ പറയണേ? റാണിയുടെ മുമ്പിൽ വെച്ച് റാണിയെ പുകഴ്ത്തി പറയുന്നത് നല്ല കാര്യമല്ല. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് പുറത്തു വെച്ച് സംസാരിക്കാം. 2 സെക്കൻഡ്. മക്കളെ വരൂ. റാണി ഭരണപരിഷ്കാരങ്ങളെന്ന് പറഞ്ഞത് പിടിച്ചില്ല. ഇവളൊക്കെ ഏത് നാട്ടിൽ നിന്ന് വന്നതാ? എന്തൊക്കെ ചോദിക്കാനുള്ളത് പെട്ടെന്ന് ചോദിക്കണം. പഠനമാണ്, അതിൻ്റെതായ രീതിയിൽ നിൽക്കണം. പെട്ടെന്ന് ചോദിച്ചോ. മുത്തോണ, അമ്മയ്ക്ക് എന്ത് പറ്റി ഇത്ര പെട്ടെന്നൊരു മാറ്റം? നബടി, നിങ്ങൾ ഇവിടെ നിന്ന് പോയല്ലോ. പോയതിന്റെ പിറ്റേ ദിവസം കൊച്ചമ്മ എന്നെയും വിളിച്ചോണ്ട് ഒരു നാടോടി ജോലിസിന്റെ അടുത്തോണ്ട് പോയി. അമ്മയ്ക്ക് വീണ്ടും അന്ധവിശ്വാസം തുടങ്ങിക്കാണും. അല്ലേ തന്നെ ഇവിടെ ഉള്ളവരൊക്കെ കമന്റാൻ തുടങ്ങിയിട്ടുണ്ട്. ചന്ദ്രഹാസം മൊത്തം അന്ധവിശ്വാസത്തിന്റെ കൂടാരമാണെന്ന് തന്നെ. അതെ, ഈ നാടി ജോൾസിനെ കണ്ടിട്ട് എന്തോ പറഞ്ഞു? ഒന്നും പറയണ്ട ഉനെ. ഒന്നും പറയണ്ടെന്നാ പറഞ്ഞല്ലേ അറിയാമോ മുത്തോണ്ണ? ഒരു ആധികാരികമായിട്ട് പറഞ്ഞതാണ്. അങ്ങോട്ട് ചെന്നങ്ങോട്ട് ഇരിക്കാനും ജോത്സ്യം പറഞ്ഞത് കേട്ട് ഞാനും കൊച്ചമ്മയും ഒരേപോലെ ഞെട്ടി. എന്ത്? കഴിഞ്ഞ ജന്മത്തില് കൊച്ചമ്മ ഒരു രാജ്ഞിയായിരുന്നെന്ന്. ഓ, അതങ്ങോട്ട് കേട്ട് തീരാനും പെട്ടെന്ന് അങ്ങോട്ട് രാജ്ഞിയായിട്ട് മാറിയിട്ടുണ്ടല്ലോ. ഇങ്ങനെ വന്ന് എന്റെ അടുത്ത് വന്നിട്ട് പറയാൻ, ഇന്നു മുതൽ നീ എന്റെ സർവ്വ സൈന്യാധിപനായിരിക്കും. എനിക്കനുസരിച്ചല്ലേ പറ്റൂ. മിണ്ടാതെ കേട്ടോണ്ടിരുന്നു. സിംഹാസനത്തിനൊക്കെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് രായം മേസരിയുടെ അവിടെ. 3 ദിവസത്തിനകത്ത് സിംഹാസനത്തും. അമ്മ ഈ അമ്മയ്ക്ക് എന്തിനു പറ്റിയത്? പ്രായത്തിന്റെ ആയിരിക്കോ? അങ്ങനെയാണെങ്കിൽ പ്രശ്നമാണ് കേട്ടോ പ്രശ്നപ്പെട്ട. ഒരു പ്രശ്നമില്ല. രാജ്ഞിയാണെന്നങ്ങ് കരുതുക. എന്നെ സർവ്വ സൈന്യാധിപനായിട്ട് കരുതുക. നിങ്ങൾ 4 പേര് അടിമകളായിട്ട് നിന്ന് മര്യാദയ്ക്ക് നിന്നാ ഒരു കുഴപ്പങ്ങളും ഉണ്ടാവില്ല. പിന്നെ മുത്തോണ്ണ, ചോദിക്കും. കഴിഞ്ഞ ജന്മത്തിലെ നമ്മൾ ആരൊക്കെയാണെന്ന് അമ്മ പറഞ്ഞായിരുന്ന? എന്ത് ചിരിക്കണ? അതെന്ത് ചിരിക്കണ? കോമഡി കേട്ടാ നിങ്ങൾ ചിരിച്ചിരിച്ചു പാടുവരും. എന്തോന്ന്? കൊച്ചമ്മയുടെ രാജ്യത്തിന് സ്വതോ ആക്രമിച്ചുകൊണ്ടിരുന്ന അയൽ രാജ്യത്തെ 2 രാജ്ഞിമാരായിരുന്നു നിങ്ങൾ.
അതാണ് ഈ ജന്മത്തിൽ മരുമക്കളായിട്ട് ചിരിക്കണ്ട ജനിച്ചത്. നമ്മളെ പറഞ്ഞത്. തന്നെ പിന്നെ കൈവാക്കിന് എന്ന് കയറരുത്, വച്ചടിച്ച് കയറി തരും. മിണ്ടാതെ നിൽക്കണതാണ് നല്ലത്. കാരണം അവിടെ ശത്രുക്കളായിരുന്നു. ആ ജന്മത്തിലുള്ള ആൾക്കാരാണ് ഇപ്പോൾ മരുമക്കളായിട്ട് ജനിച്ചതെന്ന് പറഞ്ഞ സത്യം. അത് കേട്ട് എനിക്ക് ചിരിക്കാൻ പറ്റുമോ? സർവ്വസൈന്യാധിപനല്ലേ ആ ഗട്ടപ്പ് പിടിച്ചു നിന്ന് ഞാൻ. ആ അത് ശരി. അപ്പൊ ഈ കോപ്രായങ്ങൾക്കൊക്കെ അണ്ണനാണ് കൂട്ടിരിക്കണം. അതന്നെ. അത് കൊള്ളാം. സർവ്വസൈന്യാധിപൻ എന്ന് പറഞ്ഞിട്ട് ഇതാ വാടകയ്ക്കാണ് എടുത്ത് വെച്ചേക്കുന്നത്. ഞാൻ മറ്റേ അടുക്കളയിരുന്ന പാന്റാണ്, അറിയാമോ? അഡ്ജസ്റ്റ് ചെയ്താണ് ഇട്ടേക്കണം. വാടക എന്റെ ശമ്പളത്തിൽ നിന്ന് പോകും. എന്നിട്ടും ഞാൻ കൊച്ചമ്മ പറയുന്ന അനുസരിക്കാണ്. കാരണം എന്താ? എനിക്ക് ശമ്പളം തരുന്നത് നിങ്ങൾ 4 പേരും അല്ല, കൊച്ചമ്മയാണ്. കൊച്ചമ്മയുടെ തീരുമാനം എന്താണോ അതാണ് എന്റെ തീരുമാനം. എന്റെ തീരുമാനം എന്താണോ അതാണ് കൊച്ചമ്മയുടെ തീരുമാനം. അതുകൊണ്ട് അമ്മ എന്ത് കോലം കെട്ടാൻ പറഞ്ഞാലും നിങ്ങൾ കെട്ടിക്കോളൂ. ഞാൻ കെട്ടും. എന്ത് കോലം ഞാൻ കെട്ടും. അത് കൊള്ളാം. അനുസരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിന്നാ മതി. ഞാൻ പറയേണ്ടത് പറഞ്ഞു. ഇപ്പൊ വേലക്കാരൻ മാത്രമല്ല, സർവ്വ സൈന്യാധിപനും കൂടെയാണ്. അതും കൂടെ പറയണം. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.